ഹലോ എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റോംബസ് പാറ്റേൺ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ റെഡ് കളറിൽ എന്താണ് നമ്മൾ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം ഫസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് സ്പേസ് ആണ്. ഇത്രയും സ്പേസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ABCD അതുപോലെ നമ്പേഴ്സ് ഒന്നും പ്രിൻ്റ് ചെയ്യിക്കണ്ട. അവിടെ നമുക്ക് വൈറ്റ് സ്പേസ് ആണ് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും സ്ഥലത്തുള്ള എന്ത് ചെയ്യാൻ വൈറ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ലോജിക്കാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് അതായത് നമ്മൾ ഓൾറെഡി നമ്മളെ ഫോർമാറ്റ് നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ മെയിൻ ലൂപ്പാണ് നമുക്ക് എത്ര റോസിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇന്നർ ലൂപ്പിലായിരിക്കും എന്താണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കാനുള്ളത്. അതായത് ഒന്നുകിൽ നമുക്ക് സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്പേഴ്സ്, അല്ലെങ്കിൽ അതുപോലെ സ്റ്റാർ, ആൽഫബറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അപ്പോൾ ഈ വൈറ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ ഈ റോംബസ് പാറ്റേണിൽ ആദ്യം വരുന്നത് ഈ ഒരു രീതിയിലാണ്, റെഡ് കളറിൽ ട്രയാങ്കിൾ രീതിയിൽ ഞാൻ കൊടുത്തതുപോലെ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരിട്ട് കോഡിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ആൽഫബറ്റിൽ കണ്ട രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇൻറ്റ് എന്ത് ചെയ്യുക, റോസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ ഫോർ ലൂപ്പ്, മെയിൻ ലൂപ്പ് നമ്മൾ കൊടുക്കാം. അതിൽ ഇൻറ്റ് I അസൈൻ എന്ത് ചെയ്യുക, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ I ലെസ് ദാൻ എന്താണ് റോസ്. ഓക്കെ, ദെൻ I പ്ലസ് പ്ലസ്. ഇതെന്തിനാണ്, I 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I ലെസ് ദാൻ റോസ്, അതായത് 5നേക്കാൾ ചെറുത് വരെ I ആവുന്നത് വരെ ആയിരിക്കും ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. I പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ I ഓരോ തവണയും ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ വാല്യൂ 0, 1, 2, 3, 4 വരെ ആയിരിക്കും പോകുന്നത് ഈ ഒരു ലൂപ്പിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൂപ്പിൽ, ഇന്നർ ലൂപ്പിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ആദ്യം നമുക്ക് വൈറ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ഇന്നർ ലൂപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ J അസൈൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. J ലെസ് ദാൻ, ഇവിടെയാണ് നമ്മുടെ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത്, ഏത് വരെ നമുക്ക് എന്ത് ചെയ്യണം, വൈറ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ എത്ര കണ്ടത്, ഇവിടെ കണ്ടോ, ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് 4 സ്പേസാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ അത് നെക്സ്റ്റ് ലൈൻ ആകുമ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്, 3, അതുപോലെ 2, 1. ലാസ്റ്റ് ലൈൻ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസും വേണ്ട, 0. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ റോസ് മൈനസ് I. റോസ് മൈനസ് I എന്ന് പറയുമ്പോൾ റോൻ്റെ വാല്യൂ 5 ആയിരിക്കും. 5ന്ന് I ഫസ്റ്റത്തെ കേസിൽ കുറക്കുമ്പം 0 തന്നെയാണ് കുറക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും, 5ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 5 തന്നെ. അപ്പോൾ നമുക്ക് 5 സ്പേസ് അവിടെ പ്രിൻ്റ് ചെയ്യും. പക്ഷേ നമുക്ക് 5 സ്പേസ് വേണ്ട, നമുക്ക് 4 സ്പേസ് ആദ്യം പ്രിൻ്റ് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി കോമൺ ആയിട്ട് നമ്മൾ 1 കൂടി അതിൽ നിന്ന് മൈനസ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ദെൻ എന്ത് ചെയ്യുക, J പ്ലസ് പ്ലസ്, Jൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ പ്രിൻ്റ്എഫിൽ ഓക്കെ, ഇവിടെ നമുക്ക് വൈറ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കാം. നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ വൈറ്റ് സ്പേസ് പ്രിൻ്റ് ചെയ്തതിന് ഉടനെ നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് സെയിം റോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യിക്കേണ്ടതുണ്ട്, സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻറ്റ് K എന്ന് കൊടുക്കാം നെയിം. അതിൻ്റെ K അസൈൻ എത്ര, 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഓരോ ലൈനിലും എത്ര സ്റ്റാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആൽഫബറ്റ് ആണെങ്കിലും 5 ഉണ്ട്, A മുതൽ E വരെയാണ്. ഓക്കെ, ABCDE. ഓക്കെ, 5 ആൽഫബറ്റ് ഉണ്ട്. ഓക്കെ, 5 ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ K അസൈൻ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ K ലെസ് ദാൻ റോസ് വരെ നമ്മൾ പോകണം. എന്നിട്ട് K പ്ലസ് പ്ലസ്. അപ്പോൾ K ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, പ്രിൻ്റ് എഫിൽ എന്താ കൊടുക്കുന്നത്, ഇവിടെ നമുക്ക് സ്റ്റാർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇതും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോൻ്റെ ഇത് ഇന്നർ ലൂപ്പിൻ്റെ വർക്കിംഗ് കഴിഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻ്റ് എഫ് ഇട്ട് ഇവിടെ നേരെ നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ /n എന്ന് കൊടുക്കണം.
അപ്പോൾ അത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സ്പേസ് കണ്ടോ ഇവിടെ, ഞാൻ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത അത്ര രീതിയിൽ ഇവിടെ ഒരു സ്പേസ് വന്നിട്ട് പിന്നെയാണ് നമ്മളെ റോംബസ് പാറ്റേൺ പ്രിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. ഇനി ഞാനിവിടെ പറഞ്ഞു നമുക്ക് i-1 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഓക്കെ, ഇവിടെ നോക്കും, ഇവിടെ ഒരു ഈ സ്റ്റാറിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ വൈറ്റ് സ്പേസ് കണ്ടോ. ഇതിന് കാരണം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ലൈനിൽ എന്ത് ചെയ്തു, റോസ് മൈനസ് ഐ എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 0 ആണ്, റോൻ്റെ വാല്യൂ 5. 0യിൽ നിന്ന് അതായത് 5ൽ നിന്ന് 0 കുറക്കുമ്പോൾ 5 തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5 സ്പേസ് ആണ് ഇവിടെ, 5 ഡബിൾ സ്പേസ് ഇവിടെ നമ്മൾ പ്രിൻ്റ് ആക്കി. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റത്തെ റോയിൽ 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1 കണ്ടോ. അപ്പോൾ ലാസ്റ്റത്തെ റോയിൽ എന്ത് വരുന്നുണ്ട്, 1 സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സ്പേസ് ഒഴിവായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ റോ മുതൽ എന്ത് ചെയ്യണം, 1 മൈനസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മളിവിടെ 1 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ, ഓക്കെ, ആ പിക്ചറിൽ കണ്ടതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം %C എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആസ്കി വാല്യൂ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ കൂടെ +k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ABCD ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സെയിം സാധനം ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്മോൾ ലെറ്ററിലാക്കാൻ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ആസ്കി വാല്യൂ 97 ആണ് സ്മോൾ ലെറ്റർ എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ, കെൻ്റെ വാല്യൂ 0 ആണ് ഫസ്റ്റ്, അപ്പോൾ 97 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ്റെ ആസ്കി വാല്യൂ ആണ്. അതിൻ്റെ കൂടെ 0 കൂട്ടുമ്പോൾ 97 തന്നെയാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ A പ്രിൻ്റ് ചെയ്യിക്കും. നെക്സ്റ്റ് വീണ്ടും ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് 97 പ്ലസ്, അതായത് കെൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആകും. ഇവിടെ K++ എന്നുണ്ട്, K++ ആകുമ്പോൾ കെൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 97 പ്ലസ് k എന്ന് പറയുമ്പോൾ 98 ആവും, 1 കൂട്ടി കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണ് 98 വരുന്നത് B ആണ്, അതുപോലെ 99 C, അങ്ങനെ ഇത് ഇൻക്രിമെൻ്റ് ആയി പോകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാതെ വേറെ ചെയ്യാവുന്ന ഒരു മാർഗം കൂടി ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് സിംഗിൾ കോഡ്സിൽ കൊടുക്കാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അതിനി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ ഒരു രീതിയിൽ, ഓക്കെ, ജസ്റ്റ് 97 നമ്മൾ റൺ ചെയ്തിട്ടില്ല. കണ്ടോ, ഇപ്പോൾ നമുക്ക് സ്മോൾ ലെറ്ററിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യിക്കാം. ഇവിടെ തന്നെ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. %D എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ആ കെൻ്റെ വാല്യൂ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, +1 എന്ന് കൊടുക്കുക. അല്ല നമ്മൾ K 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ജസ്റ്റ് K എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 1 2 3 4 5 അങ്ങനെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റോംബസ് പാറ്റേൺ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് നെക്സ്റ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രീതിയിൽ ABCD ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ പ്രിൻ്റ് ആക്കിയത്. ഇനി നമുക്ക് ഈ 1 2 3 4 5 എന്ന് പറയുന്ന ഈ ഒരു താഴെയുള്ള രീതിയിൽ നമുക്ക് പ്രിൻ്റ് ആക്കാം. ഓക്കെ, നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു 2 ഇന്നർ ലൂപ്പ് തന്നെയാണ് വേണ്ടത്, പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് ഒന്നുകൂടി അത് റൈറ്റ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ ലൂപ്പിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, അപ്പോൾ അതുകൊണ്ട് മെയിൻ ലൂപ്പ് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഇടയിൽ മാറ്റി കൊടുത്താൽ മതി, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. ഓക്കെ, j അസൈൻ 0. ഓക്കെ, നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, j ലെസ് ദാൻ ഏതുവരെ നമുക്ക് വേണ്ടത്, നമുക്ക് എങ്ങനെ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എന്ത് 1ൻ്റെ മുമ്പ് നമുക്ക് സ്പേസ് ആവശ്യമില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ വരുമ്പോൾ നമുക്ക് ഒരു സ്പേസ് ആവശ്യമുണ്ട്, പിന്നെ 2, അതുപോലെ 3 4 അങ്ങനെയാണ് നമുക്ക് സ്പേസ് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നത്. ഐൻ്റെ വാല്യൂ 0 ആണ് ഫസ്റ്റത്തെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, I എന്ന് കൊടുക്കാം, j ലെസ് ദാൻ I. ഓക്കെ, അപ്പോൾ ഐൻ്റെ വാല്യൂ അനുസരിച്ച് അത്ര എന്ത് ചെയ്യാം, നമുക്ക് സ്പേസ് ഇടാം, J++. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി printfൽ ഓക്കെ
പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്പേസ് പ്രിൻ്റ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ എന്താണ്, നെക്സ്റ്റ് ലൈനിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അത് റിമൂവ് ചെയ്യേണ്ടായിരുന്നു. ഇനി നമുക്ക് ഓക്കെ ഫോർ ലൂപ്പ് അല്ലെ ജെ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോറി, ലെറ്റ് അല്ല, നമ്മൾ ഇൻ്റാണ്, ജാവസ്ക്രിപ്റ്റാണ് ഓർമ്മ ചെയ്യുന്നത്. ഇൻറ്റ് കെ അസൈൻ, കെ നമുക്ക് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കെ ലെസ് ദാൻ എന്താണ് റോസ് എന്ന് തന്നെയാണ്, കാരണം നമുക്ക് ഓരോ ലൈനിലും 5 എണ്ണം വീതം തന്നെയാണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, പിന്നെ കെ പ്ലസ് പ്ലസ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യിക്കുന്നത്, നമുക്കിനി സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓക്കെ, കറക്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ റോംബസ് പാറ്റേൺ പ്രിൻ്റ് ചെയ്തിരിക്കും. ഫസ്റ്റത്തെ റോയിൽ എന്തില്ല, സ്റ്റാർ സ്പേസ് പ്രിൻ്റ് ചെയ്തിട്ടില്ല. സെക്കൻഡിൽ 1 സ്പേസ്, അതായത് 1 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പ്രിൻ്റ് ആയിട്ട് ഒരു തവണ പ്രിൻ്റ് ചെയ്യിച്ചു എന്ന് പറയാം. നമുക്ക് ഇവിടെ 2 തവണ പ്രിൻ്റായി, ഇവിടെ 3 തവണ, ഇവിടെ 4 തവണ പ്രിൻ്റ് ആക്കി. അപ്പോൾ ഇതാണ് എന്ത് റോംബസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണ്. ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇനി നമുക്ക് അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം നമ്പേഴ്സ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആസ്കി വാല്യൂ വെച്ചിട്ട് ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യിക്കുന്നതും ഈ ഒരു സെയിം പ്രിൻ്റ് എഫിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.